കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ഇന്ന് വൈകിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 ലക്ഷത്തിലധികം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ താക്കീതായി മാറുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ആണുള്ളത്. സാലി, എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? വലിയൊരു പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങുന്നത്, യുവാക്കൾ ഒരുങ്ങുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? കീർത്തി, എല്ലാ ഒരുക്കങ്ങളും മധ്യ കേരളത്തിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം മധ്യ കേരളത്തിൽ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെ 5 ജില്ലകളിൽ ആണ് മനുഷ്യച്ചങ്ങല ഈ പ്രധാന ചങ്ങലയുടെ ഭാഗമായി മാറുക. അതിൽ 3 ജില്ലകളാണ് നേരിട്ട് ചങ്ങലയിൽ പങ്കാളികളാകുക. കാരണം ദേശീയപാത കടന്നു പോകുന്ന 3 ജില്ലകൾ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ 3 ജില്ലകളിൽ ചങ്ങലയുടെ ഭാഗമാകും. ഒപ്പം ചങ്ങല നേരിട്ട് കടന്നു പോകാത്ത കോട്ടയം, ഇടുക്കി ജില്ലകളിലുള്ളവർ ദേശീയപാതയുള്ള ജില്ലകളിലേക്ക് ചേർന്ന് അവിടെ പങ്കാളികളാകണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലുള്ളവർ ആലപ്പുഴ ജില്ലയിലെ കളർക്കോട്ടും, ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലുള്ളവർ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലും പ്രധാന ചങ്ങലയിൽ കണ്ണികളാകണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും 4 മണിക്ക് ട്രയലും തുടർന്ന് 5 മണിയോടുകൂടി ചങ്ങലയും എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലി ചങ്ങല അവസാനിപ്പിക്കും. ഒപ്പം വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളുമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെയാണ് 5 കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച് പ്രമുഖർ പങ്കെടുത്ത് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. തൃശ്ശൂർ ജില്ലയിൽ 15 കേന്ദ്രങ്ങളുണ്ട്. സമാന രീതിയിൽ ആലപ്പുഴ ജില്ലയിലും ഒട്ടേറെ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ പ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ, പൗരപ്രമുഖർ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, ചലച്ചിത്ര സ്പോർട്സ് മേഖലകളിലെ പ്രമുഖർ ഒക്കെ പങ്കെടുത്തുള്ള പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ 226 കിലോമീറ്റർ ദൂരമാണ് ഈ മധ്യ കേരളത്തിൽ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ളത്. അവിടെ ഒരു 5-5.5 ലക്ഷത്തോളം പേർ ഈ ചങ്ങലയിൽ കണ്ണികളാകും എന്നാണ് കരുതുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ നിൽക്കുന്ന വൈറ്റിലയിലാണെങ്കിൽ പ്രൊഫസർ MK സാനു, സുനിൽ പിള്ളയുടെ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയ പ്രമുഖർ, ഒപ്പം CPIM നേതാവ് സ്വരാജ്, DYFയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് CN മോഹനൻ, അത്തരത്തിൽ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ, ചലച്ചിത്ര മേഖലയിലാണ് സംവിധായകൻ കമൽ ആഷിഖ് അബു, ചലച്ചിത്ര താരം നിഖില വിമൽ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. ഒട്ടേറെ പേരുടെ, പ്രമുഖരായ ആളുകളുടെ പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചങ്ങലയിൽ കണ്ണികളാകും എന്നറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DYFI പരിപാടിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഈ DYFI ഈ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യങ്ങൾ 3 കേരളത്തിൽ കാലിക പ്രസക്തിയുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ ബഹുജനങ്ങൾ ഈ സമരത്തിൽ അണിനിരക്കും എന്ന് തന്നെയാണ് DYFI കരുതുന്നത്. DYFIയെ സംബന്ധിച്ചിടത്തോളം മുൻപും സമാന രീതിയിൽ ഇത്തരം വ്യത്യസ്തമായ സമരങ്ങളും പ്രതീകാത്മക പോരാട്ടങ്ങളും ഒക്കെ നടത്തി സംഘടനാശേഷി തെളിയിച്ചിട്ടുണ്ട്. 87-ൽ മനുഷ്യച്ചങ്ങല, 89-ൽ മനുഷ്യക്കോട്ട, പിന്നീട് 96-ൽ തെക്ക് വടക്ക് റെയിൽവേ ലൈനിന് സമാന്തരമായി മനുഷ്യ ശൃംഖല, അങ്ങനെ ഒട്ടേറെ ഇത്തരം സമാന രീതിയിലുള്ള പരിപാടികൾ DYFI സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ലക്ഷോപലക്ഷം മനുഷ്യർ അണിനിരന്നിട്ടുമുണ്ട്. അപ്പോൾ DYFIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാശേഷി അനുസരിച്ച് ഇത് ലക്ഷക്കണക്കിന് മനുഷ്യരെ അണിനിരത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സമരത്തിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് വലിയ തോതിൽ ആളുകളെത്തും എന്ന് തന്നെയാണ് DYFI പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ചങ്ങല വിവിധ കേന്ദ്രങ്ങളിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ അത് മനുഷ്യ കോട്ടയായി, മനുഷ്യ മതിലായി മാറും എന്ന് തന്നെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രചരണത്തിലായിരുന്നു. DYFI ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലഘുലേഖ സംസ്ഥാന വ്യാപകമായി വീടുകളിൽ എത്തിച്ച് ഇതിൻ്റെ മുദ്രാവാക്യം, സന്ദേശം എല്ലാ വീടുകളിലേക്കും സംഘാടകർ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രചരണമാണ് നടന്നത്. ആ പ്രചരണത്തിൻ്റെ അവസാനം എന്ന നിലയ്ക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മനുഷ്യച്ചങ്ങല രൂപപ്പെടുമ്പോൾ അത് ചരിത്രമാകും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഹുജന പോരാട്ടത്തിനുള്ള വേദിയായി മാറും എന്ന പ്രതീക്ഷയിലും കണക്കുകൂട്ടലിലും ആണ് DYFIയും സംഘാടകരും. ശരി, സാലി മുഹമ്മദാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ വിവരങ്ങൾ നൽകിയത്.